ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗാർഡനിലെ ഒരു ചെടിയെക്കുറിച്ചാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ്. ആ ചെടിയെക്കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ചെടിയുടെ പേര് അരേലിയ എന്നാണ്. യെല്ലോ അരേലിയ എന്ന് പറയും. ഇതിൻ്റെ കളറേ യെല്ലോ കളറിലായിരിക്കും. അതായത് ഗ്രീൻ അരേലിയും ഉണ്ട്, യെല്ലോ അരേലിയും ഉണ്ടെന്ന് പലരും പറയും. പക്ഷേ എനിക്ക് ഗാർഡനിൽ ഞാൻ വെക്കുന്ന സമയത്ത്, ഈ ചെടി വെക്കുന്ന സമയത്ത്, ഇത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സമയത്ത് ഇതിന് നല്ല യെല്ലോ കളറുണ്ട്. അല്ലാത്ത സമയത്ത് അതിന് ഗ്രീൻ, അതായത് ഷെയ്ഡിൽ ഈ ചെടി വളരുന്ന സമയത്ത് ഇതിന് ഗ്രീൻ കളറാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അപ്പോൾ സൺലൈറ്റ് നന്നായി കിട്ടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളർ യെല്ലോ കളർ നല്ല ഡാർക്കായിട്ട് കാണും. നല്ല ബുഷിയായിട്ട് വരുന്ന ചെടിയാണ്. ഈ ചെടിയെ വളർത്താൻ വളരെ എളുപ്പമെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും കട്ട് ചെയ്ത് അതിനെ നിർത്തി നല്ല ബുഷിയാക്കണമെങ്കിൽ അതിന് വേണ്ടി ടൈം നന്നായി സ്പെൻഡ് ചെയ്യണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചെടിയാണിത്. പലർക്കും ഈ ചെടിയെക്കുറിച്ച് അറിയാമായിരിക്കാം. ഈ ചെടി വന്നിട്ട് കുറേ കാലങ്ങളായി, പലരുടെ വീട്ടിലും ഉണ്ടാവുമായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത്, ഇതിനെ വളർത്താൻ ഇത് പ്രൊപ്പഗേഷൻ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ചെറിയൊരു കമ്പ് നട്ടാം. ഈ കട്ടിങ്സ് ഉണ്ടല്ലോ, ഇത് തന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇത്ര ലെങ്ത് ഉണ്ടെങ്കിൽ. അല്ലാതെ ഇവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ലെങ്ത്തിൽ വെച്ച് കട്ട് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത്രയും ചെറിയ പീസസാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് വെക്കേണ്ടത്, പ്രൊപ്പഗേഷന് വേണ്ടി വെക്കേണ്ടത്. ഈ ലീവ്സ് എല്ലാം പോകുന്നതേ നല്ലതാണ്, പക്ഷേ ലീവ്സോട് കൂടി വെച്ചാലും കുഴപ്പമില്ല. നമ്മൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി, അരേലിയയുടെ പ്രൊപ്പഗേഷൻ രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിലെന്തെങ്കിലും നമ്മൾ കരിയിലയോ എന്തെങ്കിലും ഇതിനകത്തേക്ക് ഇടുക. 2 തൈ വയ്ക്കുന്നത് കാണിച്ചു തരാം. ഈ ചെറിയ ചട്ടിക്കകത്ത് വെച്ചിട്ട് എന്തെങ്കിലും കരിയിലയോ അല്ലെങ്കിൽ കുറച്ച് കല്ലോ ഇട്ട് കൊടുക്കാം. ഇത് നമ്മളിതിൽ മണ്ണ്, കുറച്ച് ചകിരിച്ചോറ്, പിന്നെ പെർലൈറ്റ് പോലുള്ള സാധനം, വൈറ്റ് കളർ സാധനങ്ങൾ, പെർലൈറ്റ് അങ്ങനത്തെ അത് ചേർക്കണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സാധാ മണ്ണിൽ വെച്ചാലും ഇത് വളരും. ഇനി കുറച്ച് മണ്ണ് അതിൽ നിറയ്ക്കുക. മണ്ണ് നിറച്ചിട്ട് 2 ചട്ടിയിൽ മണ്ണ് നിറയ്ക്കുക. ഫില്ല് ചെയ്തിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം പിന്നെ വേര് ഇറങ്ങുന്ന സമയത്ത് അതിന് ഈസിയാവും. അതിനുശേഷം കറ്റാർ വാഴ നോക്കുക, ആലോവേറയുടെ കുറച്ച് ജെല്ല് ഉണ്ടോ, ഇതിനകത്ത് കുറച്ച് നേരം ഇതിനെ വെച്ച ശേഷം ഇതിൻ്റെ ലിക്വിഡ് എങ്ങനെ ഇതിൽ പിടിക്കുമല്ലോ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചെറിയൊരു ഹോൾ ഇടുക. ഇറക്കി കൊടുക്കുക. കുറച്ചുകൂടി മണ്ണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് പ്രസ് ചെയ്യാം. അതാണ് നമ്മുടെ പ്രൊപ്പഗേഷൻ രീതി. അതുപോലെ തന്നെ അടുത്ത തൈ ഇതേപോലെ തന്നെ ആലോവേറ ജെല്ല് നന്നായിട്ട് ഇട്ടിട്ട്, ഇത് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഈ പീസ് കട്ട് ചെയ്തിട്ട് ഞാൻ അത് കാണിച്ചു തരാം. കട്ട് ചെയ്തിട്ട് ഈ പീസിൽ ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ തന്നെ ഇറക്കി വെക്കാം. ഇറക്കി അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയും പ്രൊപ്പഗേറ്റ് ചെയ്യാം. കുറച്ചുകൂടി മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസി പ്രൊപ്പഗേഷനായി. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് തണലത്ത് വേണം വെക്കാൻ, ഡയറക്റ്റായിട്ട് ഇപ്പം തന്നെ സൺലൈറ്റ് കൊള്ളിക്കരുത്. ഇതങ്ങനെ വളർന്നോളും. അല്ലെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ സ്റ്റാൻഡിന് വെർട്ടിക്കൽ പോട്ട് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ചെറിയ മീഡിയത്തിൽ വേണമെങ്കിലും വെക്കാം.
ഓക്കെ, അങ്ങനെ പ്രൊപ്പഗേഷൻ കണ്ടല്ലോ. എങ്ങനെയാണ് ട്രിം ചെയ്യുന്നതെന്ന് കാട്ടിത്തരാം. ജസ്റ്റ് ഇത് എക്സ്ട്രാ വന്ന് നിൽക്കുന്ന ഈ ലീവ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ട്രിം ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതാ കുറച്ച് ബുഷിയായിട്ട് ഇതങ്ങനെ ഈ എക്സ്ട്രാസ് വന്ന് നിൽക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ വിടരുത്, ഇങ്ങനെ കൂട്ടി പിടിച്ച് അതങ്ങനെ ബുഷിയായിട്ട് നിൽക്കും. ഇതിങ്ങനെ ലെങ്ത്ത് ഓരോ ലെങ്ത് ആയിട്ടാണല്ലോ, ആ ലെങ്ത്ത് കറക്റ്റ് ആക്കുന്നത് നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോൾ ലെങ്ത്ത് കട്ടായിപ്പോവും. അപ്പോൾ ഇത് കറക്റ്റ് ആവും. ഇങ്ങനെ എക്സ്ട്രാസ് വന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ കളയുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പിടിച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. കുറച്ചിങ്ങനെ കട്ട് ചെയ്യുക, മുകൾ ഭാഗം ഇങ്ങനെ ട്രിം ചെയ്ത് വിടുക. അപ്പോൾ ആ ഹൈറ്റൊക്കെ ഒന്ന് ശരിക്കും അഡ്ജസ്റ്റ് ആവും. ഇതിൽ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഒന്ന് ക്ലോസപ്പിൽ കണ്ടോളൂ. പറയുന്നുണ്ടോ? ഈ എക്സ്ട്രാസ് വരുന്നതാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ലെങ്ത്ത് കറക്റ്റ് ആകുമ്പോൾ അത് മുഴുവൻ ബുഷിയായിട്ട് ശരിക്കും വന്നോളൂ. അപ്പോൾ കറക്റ്റായിട്ട് ഇത് ബുഷിയായിട്ട് ഈ സൈഡ് ഇതിൻ്റെ വ്യത്യാസം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സൈഡും ഈ സൈഡുള്ള. ഇനി നമുക്ക് ഷെയ്ഡിൽ വളരുന്ന ഗ്രീൻ അരയില എന്ന് പറഞ്ഞല്ലോ, ഷെയ്ഡിൽ വളരുന്ന സമയത്ത് ഗ്രീൻ കളറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഗ്രീൻ കളറിലെ അരയില ഇതാവൊന്ന് കാണിച്ചു തരാം. ഇത് ട്രിം ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രിം ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ. ഇനി വേറൊരു തരം അരയില കൂടിയുണ്ട്. അതാണ് ഗ്രീൻ അരയിലയിൽപ്പെട്ടാണ് ഈ വെരിഗേറ്റഡ് അരയിലയാണിത്. ഇതിനെക്കുറിച്ചൊരു വീഡിയോ വേറെ ഞാൻ ചെയ്യാം. വെരിഗേറ്റഡ് അരയിലയാണിത്. കുറച്ച് വൈറ്റ് ലൈൻസൊക്കെ ഉള്ള, ഗ്രീനും വൈറ്റുമായിട്ടുള്ള ലൈൻസുള്ള അരയിലയാണിത്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ പിന്നീട് ഞാൻ ചെയ്യാം. അരിയിലേക്ക് വളപ്രയോഗങ്ങൾ നടത്താൻ പറ്റും. അതായത് ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ അല്ലെങ്കിൽ തേയില വേസ്റ്റോ ഏതെങ്കിലും ഒന്ന് കുറേശ്ശെ ഒരു 15 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാം. വളം കൊടുക്കുന്ന സമയത്ത് ഇതിന് നല്ലപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇത് ബുഷിയായി വളരുന്ന സമയത്ത് ഇതിനുള്ള പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളീച്ചകളുടെ ശല്യം വരാറുണ്ട്. അപ്പോൾ ഈ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊരു ഫംഗിസൈഡ് ഉപയോഗിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് സാഫ് എന്ന ഫംഗിസൈഡാണ്. ആ ഫംഗിസൈഡ് ഒരു ടീസ്പൂൺ എടുക്കുക. ഒരു ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി ലയിപ്പിച്ചിട്ട് അതിങ്ങനെ വെള്ളീച്ച വരുന്ന ഭാഗങ്ങളിൽ അതിനെ നശിപ്പിച്ച് കളയണം. വെള്ളീച്ചകളെ നശിപ്പിച്ച് കളഞ്ഞ ശേഷം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് വൈകിട്ട് നല്ലപോലെ സൂര്യാസ്തമയത്തിന് ശേഷമാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിരാവിലെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ വളം കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ വെള്ളം കൊടുക്കണം. അത്രയേ ഉള്ളൂ അരിയിലയുടെ കാര്യങ്ങൾ. ഓക്കെ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും തരിക. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. ഇതുവരെയും കമൻറ്റ് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും പ്രത്യേകം താങ്ക്സ് അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ മറ്റു വീഡിയോസിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപയോഗിച്ച് എല്ലാ വീഡിയോസും കാണുക. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ.